ഇവൻ്റെ പേര് ഫയാസ് മുന്ന. ഞങ്ങൾ രണ്ടാളും ഒരു സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റാണ് ചെയ്തത്, AI ബേസ്ഡ്. നമ്മൾ ലൂർദ് മാതാ പള്ളിക്കുന്ന് സ്കൂളിൽ നിന്നാണ്, വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതൊരു AI ബേസ്ഡ് സ്മാർട്ട് സിറ്റിയാണ്. ഇതിൽ ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ ഉണ്ട്, ആൻറ്റി ഫ്ലഡ് ബ്രിഡ്ജ് സിസ്റ്റം ഉണ്ട്, ആൻറ്റി ആക്സിഡൻറ്റ് സിസ്റ്റം ഉണ്ട്, വൈൽഡ് ആനിമൽ ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്, പൈസോ ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇത് പറഞ്ഞ ആൻറ്റി ആക്സിഡൻറ്റ് സിസ്റ്റം നമ്മൾ ചുരം അങ്ങനത്തെ ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളവിടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഒരു വണ്ടി ഇപ്പം വരികയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് മിററാണ് സാധാരണ നമ്മൾ അവിടെ വെക്കാറ്. പക്ഷെ നമ്മളിവിടെ ടെക്നോളജി പരമായി ചെയ്തത് നമ്മൾ ഇവിടെ സോണിക് സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്രാറെഡ് സിസ്റ്റത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഗോസ്ലോ ഹാർട്ട് സ്റ്റോപ്പ് എന്ന് ഇവിടെ കാണിക്കുക വേണമെങ്കിൽ ഇവിടെ ഇതായിട്ട് ട്രാഫിക് ലൈറ്റ് പോലെ തന്നെ നമ്മളത് കുറച്ചും കൂടെ ഇതാക്കി മാറ്റിയിട്ടു. അതേപോലെ ഇത് ആൻറ്റി ഫ്ലഡ് ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബ്രിഡ്ജിന് നാശനഷ്ടം നമുക്ക് ഇതാക്കാൻ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല. പക്ഷേ ഈ ബ്രിഡ്ജിന് ഇത് പൊന്തി വരുന്നതനുസരിച്ച് നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റും. വെള്ളം എത്രത്തോളം വരുന്നുണ്ടോ അതിനനുസരിച്ച് ഇത് പൊന്തിക്കൊണ്ടേ നിൽക്കും. അതേപോലെ നമ്മളിവിടെ ആൻറ്റി വൈൽഡ് ആനിമൽ സിസ്റ്റം ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു വൈൽഡ് ആനിമൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നമുക്ക് കാണാം. അപ്പോൾ സൈറൻ അടിക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്കിയുള്ള പീപ്പിൾസിന് മനസ്സിലാക്കാം ഇവിടെ ഇങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ അവർക്ക് മെസ്സേജ് ആയിട്ട് പകരും. അതാണെങ്കിൽ നമുക്ക് GSM മൊഡ്യൂളിൽ സെറ്റ് ചെയ്തിട്ട് സെർവറായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ കുറേ ആക്രമണങ്ങൾ അങ്ങനത്തെ കുറേയൊക്കെ കുറഞ്ഞു കിട്ടാൻ തുടങ്ങും നമുക്ക്. അതേപോലെ ലാൻഡ് സ്ലൈഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. ഈ ലാൻഡ് സ്ലൈഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര സമയം എങ്ങനെ പൊട്ടും, എങ്ങനെയാണ് ഇത് പൊട്ടുന്നത്, ഇത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ അതിൻ്റെ സ്ക്രീൻസ് ഉണ്ട്, ഇതിൽ എത്ര ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ഉണ്ട്, അതേപോലെ എർത്ത് സെൻസേഴ്സ് ഉണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ സിസ്റ്റം. അതിൽ നമുക്ക് റെയിൻ ഡ്രോപ്പ് അത് ടാബ്ലേറ്റ് ചെയ്യും, എത്രയാണ് വരുന്നത്, എത്ര പെർസെൻറ്റേജാണ് വരുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ AI സ്വന്തം തന്നെ റെഡിയാക്കി എടുക്കും. എന്നിട്ട് ഇതിന് മനസ്സിലാക്കും ഇത് എത്ര പെർസെൻറ്റേജിലാണ് വരുന്നത്, അതിനനുസരിച്ച് ഇത് സേഫ് ഡേഞ്ചർ അലേർട്ട് എന്ന് പറയാൻ തുടങ്ങും. അതേപോലെ പൈസോ ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റം ഉണ്ട്. ഇത് ഒരു പൈസോ പ്ലേറ്റ് ആണ്. ഇത് മെക്കാനിക്കൽ സ്ട്രെസ് കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു റോഡ്, ഒരു ഹൈവേയിൽ നമുക്ക് ഇവിടെ ഹമ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പൈസോ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് EV കാർസ് അങ്ങനത്തെ അതുപോലത്തെ ഇതിനൊക്കെ നമുക്ക് ചാർജിങ് അങ്ങനത്തെ സെക്ഷൻസിന് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നമ്മളെ ഇത് സപ്ലൈസസ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ് ചെയ്യും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു കാറ് കയറുകയാണെങ്കിൽ ഇവിടെ വോൾട്ട് റൈസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇതിൻ്റെ വലിയ വലിയ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല പവർ നമുക്ക് സപ്ലൈ കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും നമുക്ക്. അതേപോലെ വലിയ വലിയ ട്രക്സ് കയറുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എനർജി സോഴ്സസ് കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേഷൻ ചെയ്യാൻ കഴിയും.